ഒന്ന് ഖുറാസാനികൾ, മറ്റൊന്ന് ഇറാഖികൾ. രണ്ട് ഗ്രൂപ്പുകളുണ്ട്, ഇറാഖി ഗ്രൂപ്പും ഖുറാസാനി ഗ്രൂപ്പും. ഖുറാസാനി ഗ്രൂപ്പുകാർ പുത്തൻവാദികളാണ് എന്ന് വരെ ശാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കളഞ്ഞു. എന്നാലേ ഞാൻ പറയട്ടെ ഖുത്ബ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന വാദമുണ്ടല്ലോ, അത് പുത്തൻവാദികളായ ഖുറാസാനികളുടെ പ്രഖ്യാപനമാട്ടോ. അങ്ങനെയാ പണ്ഡിതന്മാര് പറഞ്ഞത്. ഖുറാസാനികളാണെന്ന് പറഞ്ഞത് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം പരിഭാഷപ്പെടുത്തൽ അനുവദനീയമാണെന്നാണ്. ഞാൻ അറിയട്ടെ, ഞാൻ പഠിച്ചത് റഹ്മാനിയ അറബി കോളേജിലാണ്. റഹ്മാനിയ അറബി കോളേജിൽ പെട്ടെന്ന് ഇവിടുത്തുകാർക്ക് പോലും പോലെ കടമേരിയ അല്ലെ, കടമേരിയല്ല, അത് ഇന്നലെ ഉണ്ടായ സാധനം. ഞാൻ പഠിച്ചത് റഹ്മാനിയ അറബി കോളേജ് എന്ന് പറയപ്പെടുന്നത് തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ, തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ അതിരാമ്പട്ടണം. ഏകദേശം കുറച്ചും കൂടെ വ്യക്തമാക്കി പറയാൻ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏർവാടിയുടെയും മുത്തുപ്പേട്ടയുടെയും നാഗൂരിന്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന അതിരാമ്പട്ടണം. 3 ദർഗകളുടെ ഇടയിലാണ് നമ്മുടെ കോളേജ്. ആ കോളേജിൽ പഠിച്ചിരുന്ന ആളുകളെ കേൾക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഒന്ന് സദഖത്തുല്ലാഹിൽ ഖാഹിരി, അറിയോ ഖുതുബിയത്തിന്റെ മുസന്നിഫ്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞ സാധനം എഴുതിയ ആള് സദഖത്തുല്ലാഹിൽ ഖാഹിരി, അദ്ദേഹം പഠിച്ച ദർസ്. പിന്നെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, പാങ്ങൽ അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ പിന്നെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കെ അബൂബക്കർ ഹസ്രത്ത് തുടങ്ങുന്ന ആളുകളൊക്കെ അവിടെ ദർസ് എടുക്കുകയും കുറെ ആളുകൾ അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലക്കി മുസ്ലിയാർ എന്നൊക്കെ, ഫലക്കി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ആള് ഗോളശാസ്ത്ര വിഷയം പഠിക്കാനായി അവിടെ എത്തുകയും അവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അത്രയും ബന്ധമുള്ള വലിയ ദർസ്. ആ ദർസിന് അവിടുത്തെ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം 12,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ജുമാഅത്ത് പള്ളിയാണ്. ആ പള്ളിയിൽ ഖുതുബ തമിഴിലാ മോനെ, ആ പള്ളിയിൽ ഖുതുബ തമിഴിലാണ്. നമ്മളിവിടെ കാന്തപുരം ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിട്ട് വലിയ വീറും ഭാഷയിൽ നടക്കുന്ന സമയത്താണ് കോളേജിൽ പോണത്. ഞാൻ പഠിച്ച ദൂരങ്ങളല്ല, വളാഞ്ചേരിക്കടുത്ത് പിന്നെ പേരശ്ശൂരിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അവിടുന്ന് കോളേജിൽ അതിരാമ്പട്ടണത്തിൽ ചെന്ന് ഒന്നാമത്തെ ഖുതുബനെ കേൾക്കുമ്പോൾ തമിഴിലാണ് ഖുതുബ. ആകെ ബേജാറായില്ലേ, കാരണം ഇവിടെ നമ്മൾ വാശിയും വീറും ഭാഷയിൽ അടക്കണം, ഖുതുബ മലയാളത്തിൽ പാടില്ല. എനിക്കറിയോ, ഞാൻ 1995 ആണെന്ന് തോന്നുന്നു കണ്ണൂർ വെച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടന്നത്. ഒരിക്കൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടന്ന അവിടെ വെച്ചാൽ അന്ന് ഞാൻ ഈ ദഫൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതിന് നമ്മൾ കുട്ടികളുമായി, സ്കൂളിലെ കുട്ടികളുമായി അവിടെ പോയിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് പ്രസംഗിക്കാം, നമുക്കറിയാലോ ഒരു തറപ്രസംഗം. അങ്ങനെ അത് പള്ളിയാണ്, നമുക്ക് അവിടെ കയറാം. കുട്ടികളായിട്ട് അവിടെ കയറി നേരെ നോക്കുമ്പോ മിമ്പറിൽ ചെങ്ങായി ഒരു പിന്നെ ടൗവലൊക്കെ ഇട്ടുന്ന പ്രസംഗിക്കണം. അപ്പൊക്കൊരു സംശയം, എന്താ സാധനം മിമ്പറിൽ നിന്നിട്ട് പ്രസംഗിക്കണം. അപ്പോ മനസ്സിലായി ഇത് നമ്മുടെ പാർട്ടിയല്ല. അവിടെ നിന്ന് ഇറങ്ങി ഒന്നും എടുത്ത് കയറി ഞങ്ങളെല്ലാരും അവിടെ നിന്ന് ഇറങ്ങി, കുട്ടികളെ വിളിച്ചിട്ട് ഇറങ്ങി, നിസ്കരിച്ചില്ല. ആ ദിവസം ജുമായും നമുക്ക് നഷ്ടപ്പെട്ടു. സാധാരണ പോലെ ലോറി കരിച്ചിട്ട് പോന്നു നമ്മള്. അത്ര തീവ്രത ഉണ്ടായിരുന്നു നമുക്ക്. നമ്മളാ പോയിട്ട് വെള്ളിയാഴ്ച തമിഴും കേട്ടോണ്ടിരിക്കാൻ. അങ്ങനെ വാളെടുത്ത് കൈ പിടിച്ചിട്ട് മുഅദ്ദിനൊക്കെ പറയാണ്, മആശറൽ മുസ്ലിമീന റഹ്മത്തുമുല്ലാഹ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ ബസാകീൻ വഈദുൽ മുഅ്മിനീൻ എന്ന മാശറ വിളിയുണ്ടല്ലോ. അതിങ്ങനെ പറഞ്ഞതിന് മുമ്പ് പറയും, മുസ്ലിം മുഅ്മിനാവാഹിയ ജനങ്ങളെ, നമ്മൾ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് വന്നിരിക്കേണ്ടത് വെള്ളിക്കടവെ ഖുത്ബ ഓതുമ്പോൾ யாராக ഒരുവൻ பேசுவார்கள் ഖുത്ബയുടെ നന്മ കരയാതെന്ന് വന്നിരിപ്പതാ. ഖുത്ബ നன்றாக കാതാഴ്ച കേട്ടുകൊള്ളുക, നമ്മളെ അനേവർക്കും അല്ലാഹ് കൃപയും റഹ്മത്തും ചെയ്യുവാനാകും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടുന്ന് തുടങ്ങി പരിഭാഷ. പിന്നെ ഈ മുണ്ടമ്പടിയുമായിട്ട് ഖത്തീബ് മേലെ കയറിയിട്ട് മുപ്പരാൾ പിന്നെ സലാം പറഞ്ഞിരുന്ന് വാങ്ങ കൊടുത്ത ശേഷം അൽഹംദുലില്ലാഹ്, എല്ലാ പുകളും അല്ലാഹുവിക്കേ ഉരിക്കുന്നത്, എല്ലാ പുകളും അല്ലാഹു. കണ്ടോ, ഇങ്ങനെ തമിഴിൽ കേട്ടിട്ട് ആകെ ബേജാറായി, എന്താ പഠിച്ചപ്പോ ചെയ്യാ. അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞു, കാരണം തൊട്ടപ്പുറത്ത് നമ്മൾ അസറത്തിരിക്കാൻ, പിന്നെന്താ നമുക്ക് ബേജാറ്. നിസ്കാരം കഴിഞ്ഞ് നേരെ ഓടി ഹസറത്തിനടുത്തേക്ക്. ഞങ്ങൾക്ക് 3-4 കുട്ടികളുണ്ട്. ചെന്ന് ഹസറത്തെ, അല്ല ഉസ്താദ് ഇങ്ങനെ ഖുത്ബ എങ്ങനെ ശരിയാക, തമിഴിലല്ലേ ഖുത്ബ നടത്തി. അപ്പൊ മുമ്പ് ചോദിച്ചു, എന്താ ഖുത്ബക്ക് കുഴപ്പം? അല്ല തമിഴിൽ നടത്തിയാൽ നമ്മൾ ഖുത്ബ ശരിയാവില്ല, നിസ്കാരം ശരിയാവൂലല്ലോ. അവൻ പറഞ്ഞു, അതാര് പറഞ്ഞു? അല്ലെ നമ്മളെ കേരളത്തിലെ ഉസ്താദുമാരൊക്കെ അങ്ങനല്ലേ പറയുന്നത്, നമുക്ക് അങ്ങനെയാണല്ലോ, ഉസ്താദുമാർ അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ശാഫിഈ മദ്ഹബിലെ അഭിപ്രായം എന്താ? ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം എന്താ പാടില്ലാന്ന്.
പാടില്ലാന്നോ? എങ്കിൽ മേലെ പോയിട്ട് കുത്തുബ് ഖാനയിൽ പോയി കിതാബ് എടുത്ത് പരിശോധിച്ചു നോക്ക്. പരിശോധിച്ചു. ഉസ്താദ് പിറ്റേന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നതിന് ശാഫിഈ മദ്ഹബ് പ്രകാരം യാതൊരു തെറ്റുമില്ല. യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്കറിയോ എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഏതാണ് ഈ സാധനം എന്നറിയുമോ? ഖുതുബത്ത് അലാ എന്താണ്? യാഖൂത്തുൻ അസിയ അലാ ഖുതുബിൻ നബാതിയത്തിൻ ബിലുഗത്തിൻ മലൈബാരിയത്തിൻ. കണ്ടോ? ഏതാ? മലയാള ഭാഷയിലുള്ള നബാത്തി ഖുതുബ. എവിടുന്നായി ഇത് ഇറക്കിയത്? എന്നായി ഇത് ഇറക്കിയത്? മുജാഹിദുകൾ ഇറക്കിയതാണോ? അല്ല. കേരളത്തിലെ തലയെടുപ്പുള്ള 40ഓളം പണ്ഡിതന്മാർ ഒപ്പിട്ട് 40ഓളം പണ്ഡിതന്മാർ ഒപ്പിട്ടു. പേരോടൊരിക്കൽ ഇതിന് മറുപടി പറഞ്ഞു അത് എന്താ അറിയോ? ഇത് ഒപ്പിടിപ്പിച്ച് എഴുതിപ്പിച്ചതാ. ഖുതുബ പരിഭാഷ കുഴപ്പമില്ല എന്നാ എഴുതിയിരിക്കണത്. എന്നുവെച്ചാൽ ഈ നബാത്ത് ഖുതുബയുടെ തർജ്ജമ ഓക്കെ അയക്കണെന്നാ എഴുതിയിട്ടുള്ളത്. അല്ല ഇൻഷാ അല്ലാഹ് ഇതിന്റെ കോപ്പി ഇവിടുത്തെ പ്രവർത്തകരുടെ കയ്യിലുണ്ട്. സംശയമുള്ള നാട്ടുകാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് കൃത്യമായി കാണാം. ഓരോ കേരളത്തിലെ തലയെടുപ്പുള്ള വായനങ്ങളും മുദർരിസുമാരും ഒക്കെ എഴുതി വെക്കുന്നു. ഇതൊരു നല്ല കാര്യമെന്ന് മാത്രമല്ല, വെള്ളിയാഴ്ച പള്ളികളിൽ ഇത് പാരായണം ചെയ്യേണ്ടതാണ്. അങ്ങനെ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ജനങ്ങൾ ഇത് പാരായണം ചെയ്തു. വലിയ വലിയ പണ്ഡിതന്മാർ നബാത്തി ഖുതുബയുടെ പരിഭാഷ വായിച്ചു. അതാ പിൽക്കാലത്ത് കാണുന്നു, സമസ്ത മുയിൻചന്ത പ്രമേയത്തിലൂടെ അല്ലേ ഇത് നിരോധിച്ചത്? അല്ലേ? ഇല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സമസ്തയുടെയും മറ്റു പള്ളികളിലുമൊക്കെ ഖുതുബ ഏത് രൂപത്തിലുണ്ടാകുക? മലയാളത്തിലുണ്ടാകുക. മനസ്സിലായോ? ശാഫിഈ മദ്ഹബ് പ്രകാരം തെറ്റല്ല. മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കേട്ടിട്ട് ആ ഖുതുബയുടെ വിഷയം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുകയാണ്, എന്താണ് അവർ പറഞ്ഞതെന്നറിയുമോ? ഖുതുബ മഫ്ഹൂമത്താവണം, ഖുതുബ മനസ്സിലാകുന്നതാകണം കേട്ടോ. ഖുതുബ മനസ്സിലാകുന്നതാകണം. ഞാൻ ചോദിക്കാണ്, ഇവിടെ പ്രായമേറിയ ഒരാളെന്റെ മുന്നിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം സലഫി ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണോ അല്ലെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ്, ഏതായാലും ചെറുപ്പം മുതൽ ഖുതുബ കേട്ടാണല്ലോ, എത്ര ഖുതുബ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? സമസ്ത ഖുതുബ കേട്ടിട്ട് നിങ്ങളോടാ ചോദ്യം. എന്തെങ്കിലും മനസ്സിലാക്കണം? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മഫ്ഹൂമത്താവണമെന്ന് ശാഫിഈ മദ്ഹബിന്റെ ഉദ്ധരണി ഞാൻ പറയുന്നത്. മഫ്ഹൂമത്താവണം, മനസ്സിലാകുന്നതാകണം. ഖുറാസാനികൾ പറഞ്ഞെന്താണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ ഗ്രൂപ്പ്, ശാഫിഈ മദ്ഹബിലെ മറ്റേ ഗ്രൂപ്പ്, അവർ പറഞ്ഞെന്താറിയോ? അതൊരു വാഴാണെന്ന് സങ്കല്പിച്ചാൽ മതി. വാഴാണെന്ന് സങ്കല്പിച്ചാൽ മതി. അത് ശാഫിഈ മദ്ഹബിന്റെ മൊത്തം അഭിപ്രായമല്ല. ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഖുതുബയുടെ ഫറളുകൾ അറബിയിലാവണമെങ്കിലും അതിന്റെ തവാബിഉകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാവണം. തവാബിഉ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ സമയത്തെയും കാലോചിതമായ ഉപദേശം. മനസ്സിലായോ? കാലോചിതമായ ഉപദേശം എത്രത്തോളം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ സഹാബികൾ പറയാണ്, ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മെമ്പറിൽ ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തതാ ഒരു സഹാബി കയറി വന്നു. സ്വഹാബി കയറി വന്നിട്ട് പെട്ടെന്ന് റസൂലുള്ള ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഇരുന്നു. ഉടനെ റസൂലുള്ള ചോദിക്കുകയാണ്, യാ സുലൈഖ് അസ്വല്ലൈത, ഓ സുലൈഖ് ഇബ്നുൽ ഖുത്ബാൻ, നിങ്ങൾ നിസ്കരിച്ചോ സുലൈഖേ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, നിസ്കരിച്ചോ? ആരാ? സുലൈഖ് ഇബ്നുൽ ഖുത്ബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നിട്ട് നബി ഞങ്ങൾ ഖുതുബ പറയുന്ന കാരണം അവിടെ ഇരുന്നതാ. പെട്ടെന്ന് എഴുന്നേറ്റു, ലാ യാ റസൂലുള്ളാഹ്, നിസ്കരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേൽക്കൂ, എഴുന്നേൽക്ക്, രണ്ടരക്ക നിസ്കരിക്ക്, ചുരുക്കി നിസ്കരിക്കണം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഖുതുബ മാറ്റാൻ പാടില്ലാന്നും ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ലാന്നും മലയാളത്തിൽ സംസാരിച്ചു പോയാൽ കുറ്റമായി പോകുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സുന്നത്ത് നിങ്ങൾ എങ്ങനെയാ ഖതീബുമാരെ പിൻപറ്റുക? റസൂലുള്ള പഠിപ്പിച്ച ഈ ആശയം നിങ്ങൾ എങ്ങനെയാ പിൻപറ്റുക?
നിങ്ങളുടെ മുന്നിലേക്ക് അഹമ്മദാജിയും പോക്കരാജിയും അമ്മദാജിയും കാതറാജിയും ഒക്കെ കടന്നു വന്നിട്ട് പള്ളി മെമ്പറിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിസ്കരിക്കാതെ ഇരിക്കുമ്പോ പീജിക്കാരനായ ഉസ്താദിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കലുണ്ടോ കാതറാജി നിങ്ങൾ എന്താണ് ഇരുന്ന് കളിച്ചത് എന്നിട്ട് നിസ്കരിക്കൂ എന്ന് പറയാറുണ്ടോ? ഇല്ല. പറയണമെങ്കിൽ എങ്ങനെ പറയണം? നേരത്തെ പറഞ്ഞ ട്യൂണിൽ പറയണം. എന്ത്? യാ അഹ്മദു അസല്ലൈത, അങ്ങനെയല്ലേ പറയുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ യന്തഖലു ഇൻസാനിൽ ഇൻദഖൽ ബസീർ. ഇങ്ങനെയല്ലേ സ്റ്റൈല്? ആ സ്റ്റൈലിലാ ചോദിക്കേണ്ടത്. ആരോട്? അഹമ്മദാജിയോട്. പള്ളിയിൽ വന്നിരിക്കുന്ന അഹമ്മദാജിയോട് ചോദിക്കാം, യാ അഹ്മദു അസല്ലൈത. മൂപ്പര് ചോദിച്ച അഹമ്മദാജി മുണ്ടില്ല. കാരണം മൂപ്പർക്ക് പഠിച്ച സംഗതി എന്താണ്? ഖതീബ് വിടുന്നില്ല. രണ്ടാമതും ചോദിച്ചു, യാ അഹ്മദു അസല്ലൈത. ചോദിച്ചു, അഹമ്മദാജി മുണ്ടില്ല. മൂന്നാമതും ഖതീബ് ചോദിക്കുന്നു. അപ്പ അഹമ്മദാജിക്ക് ഒരു സംശയിച്ചങ്ങ എന്റെ പേരാണല്ലോ പറയണേ, ഇന്നെ തന്നെ ആലോചിച്ച് നോക്കണ. അങ്ങനെ അഹമ്മദാജിക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് അവിടുത്തെ ഖുത്ബ. അതേസമയത്ത് റസൂലുള്ളാഹിന്റെ ഖുത്ബ എങ്ങനെയാ? അതേ മഫ്ഹൂമത്തൻ ബലീഗത്തൻ, മനസ്സിലാകുന്നതും സാരസമ്പൂർണവുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ചോദിച്ചു, സുലൈഖേ നിസ്കരിച്ചോ? ഇല്ല നബിയെ, നിസ്കരിച്ചില്ല. എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരൊരാൾ പള്ളിയിലേക്ക് കടന്നു വന്നാലും അവർ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ ഖുത്ബയുടെ ഹാലത്തിലാണ് കടന്നു വരുന്നതെങ്കിൽ, ഇമാമ ഖുത്ബ പറയുമ്പോഴാണെങ്കിലും നിങ്ങൾ അവിടെ കയറി വന്നാൽ ഉടനെ 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കണം കേട്ടോ. പിന്നൊരു പൊള്ളുണ്ട്. എന്താ പൊള്ളെന്ന് അറിയോ? ജുമാ ദിവസം 2 റക്അത്തല്ലേ നിസ്കരിക്കുന്നുള്ളൂ, ബാക്കി 2 റക്അത്ത് എവിടെയെന്ന് ചോദിക്കാം. സാധാരണ ലോറിന്റെ ടൈം എത്ര നിസ്കരിക്കാം? 4 അല്ലെ? ജുമാ 2, ബാക്കി 2 എവിടെ? അതിന് മുക്രിക്കാക്ക ഒരു കളവ് നമ്മളോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു. എന്ത്? അൽ ഖുത്ബത്തു തഖൂമു മഖാമർ റക്അത്തൈനി മിനൽ ഫർള്. ഖുത്ബ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണോലോ. ആര് പറയാ? മുക്രിക്കാക്ക പറയാ. ആരാ മോനെ നിങ്ങളോട് ഇത് പറഞ്ഞത്? റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തോ? റസൂലുള്ളയല്ലേ പറയേണ്ടത്? അല്ല, വെള്ളിയാഴ്ച ദിവസത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് ളുഹറിന്റെ 4 റക്അത്തിന്റെ 2 റക്അത്ത് വെട്ടിക്കുറച്ചതല്ല. ഇനി അറിയോ? ഖുത്ബയും നിസ്കാരം ഒരുപോലെയാ? ആണോ? 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 ഖുത്ബയും നിസ്കാരം ഒരുപോലെയാണോ? മോനെ, നിസ്കാരത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ നിസ്കാരം ശരിയാവോ? ശരിയാവോ മോനെ? ഇല്ല, ശരിയാവൂല. കിഴക്കോട്ട് തിരിഞ്ഞ നിസ്കാരം ശരിയാവോ? ശരിയാവൂല. കാരണം എന്ത് വേണം? ഖിബലക്ക് തിരിയണം. അപ്പം ഖുത്ബയോ? ഖുത്ബ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണെങ്കിലോ? ഖുത്ബ ഒരാൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ് എല്ലാവരും പള്ളിക്കൽ വന്ന് ഇങ്ങനെ കാത്തിരിക്കാണ്. അപ്പൊ മുക്രിക്ക ഖത്തീബ് വന്നിട്ട് തിരിഞ്ഞങ്ങോട്ട് നിൽക്കുക ഖുത്ബ. കാരണം നിസ്കാരവും ഖുത്ബ ഒരുപോലല്ലേ? നിസ്കാരം ഖുത്ബ കൊണ്ടാ അത് കിഴക്കോട്ട് പാടില്ല, പടിഞ്ഞാട്ട് തന്നെ. നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ ശാഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം എന്താ അറിയോ? അയാള് തോന്നിയാസം ചെയ്തിരുന്ന മനസ്സിലായോ? നിസ്കാരത്തിലോ അല്ലാഹു അക്ബർ കൈകെട്ടി. പിന്നെ പറഞ്ഞു രാവിലെ പകൽ നിസ്കാരാണെങ്കിൽ മുണ്ടാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, മുണ്ടാൻ നിൽക്കണം. ഇമാം വന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം പറഞ്ഞു. പിന്നെ മൂപ്പർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, കയ്യും കെട്ടിയിട്ട്. നിസ്കാരമാണല്ലോ. അങ്ങനെ പതുക്കെ. എന്താ ചെയ്യാ? ഈ ജാതി പൊട്ടത്തരം പറയാൻ വേണ്ടിട്ട് പീജി വേണോ? ചങ്ങായി വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിപ്പിച്ചു തന്ന് കൃത്യമായി പഠിപ്പിച്ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തനുസരിച്ച് സഹാബത്ത് ജീവിച്ചു. എന്നിട്ടോ സഹാബ് പിന്നൊരു വലിയ ചോദ്യമാണ്. എന്താ അറിയോ? വലിയ ചോദ്യം, സഹാബികൾ എവിടെങ്കിലും പോയിട്ട് ആ നാട്ടിലെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഖുത്ബ മാത്രമേ സംസാരിക്കായിരുന്നു. ഒരു തേങ്ങ ചോദിച്ചത് അറിയില്ല, ഓലെ അരി ചോദിച്ചത് അറിയില്ല. കാരണം ഓർക്ക് അറച്ചി അറിയണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അതേ സമയത്ത് ഇതൊക്കെ ഓരോ കാലത്തും പോയതറിഞ്ഞ പണ്ഡിതന്മാരായി എഴുതി വെക്കുന്നത് ഖുത്ബക്ക് അത് നിബന്ധനയല്ല.
ഖുതുബക്ക് ഭാഷ എന്താണെന്നുള്ളത് നിബന്ധന വേണ്ട എന്ന് വിഷയം പഠിച്ച പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥപ്രകാരം, ശാഫിഈ മദ്ഹബിന്റെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് വിരോധമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയുമോ, അതിരാപട്ടണത്ത് പോയി നോക്കൂ, അവിടെ നിങ്ങൾക്ക് കാണാം കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ ഖുതുബ മലയാളത്തിൽ നടക്കുന്നുണ്ട്. കാലങ്ങളായി നടന്നുകൊണ്ട് ഇപ്പോഴും ഖുതുബ മലയാളത്തിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അതൊന്നും ഇവിടെ ആർക്കും സംശയമില്ലാത്ത വിഷയമാണ്. പിന്നെ മുജാഹിദിന്റെ ആഫീസ് പൂട്ടുന്നൊരു ആയത്തുണ്ട്, അതാണ് ഇനി പറയാറ്. മുജാഹിദിന്റെ ആഫീസ് കൂട്ടിപ്പോണൊരു ആയത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ആയത്ത് ഓതാൻ പഠിപ്പിച്ച ഞങ്ങളാട്ടോ, നിങ്ങൾ മറക്കണ്ട. പ്രസംഗിക്കുന്ന സമയത്ത് ആയത്തോത് പഠിപ്പിച്ചു തന്നത് മുജാഹിദുകളാണ്. മനസ്സിലായോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ആയത്തോതാൻ പാടില്ല, ഓടിയപ്പയറ്റും. ആരാ പറഞ്ഞത്? ഈ ഗ്യാസ് മുസ്ലിയാർ എഴുതി വെച്ചതാ. നിങ്ങളത് പ്രാവർത്തികത്തിലുമാക്കി. ഒരൊറ്റ കുഞ്ഞിനും ഖുർആന്റെ അർത്ഥം അറിയില്ല. പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്ക്, അറിയോ ഫാത്തിഹയുടെ അർത്ഥം, ഉൽഹുല്ലാന്റെ അർത്ഥം? പിന്നെ മൂപ്പരൊരു വലിയ ബഡായി പൊട്ടിച്ചു, വലിയൊരു ബഡായി. എന്താ ബഡായി എന്നറിയോ? എന്താ ബഡായി? ഇവർ പദാനുപദം അർത്ഥം വെക്കൂല. പദാനുപദം അർത്ഥം വെച്ചാൽ ഇവരുടെ ആഫീസ് അങ്ങ് പൂട്ടി പോകും. ഞങ്ങൾ ആഫീസ് എല്ലാ ദിവസവും പൂട്ടലുണ്ട്, വൈകുന്നേരം ആകും പൂട്ടും, രാവിലെ തുറക്കും. മനസ്സിലായില്ലേ? നമ്മൾ ദിവസം അങ്ങനെയാ. നിങ്ങൾ ആഫീസ് പൂട്ടിക്കാണ് നമ്മള്. മോനെ, നിങ്ങൾക്കറിയോ ഈ സാധനം എന്താണെന്ന്? ഈ സാധനം പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ. ഇന്നും കാന്തപുരം സുന്നികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ റഫർ ചെയ്യാൻ എടുക്കുന്ന പുസ്തകം മാത്രമല്ല, എറണാകുളത്തെ തലയെടുത്തുള്ളൊരു തങ്ങളിൽ നിന്നും ഖുത്ബക്ക് വേണ്ടി പരിശോധിക്കുന്നത് ഈ പരിഭാഷയാണ്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭാഷ എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട അറബി തഫ്സീറുകളുടെ രത്നചുരുക്കമായ ഈ പരിഭാഷ ഇതെഴുതിയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അമാനി മൗലവിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും കൂടിയാണ് ഈ സാധനം എഴുതിയത്. കേരളക്കരയിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പദാനുപദമർത്ഥം വെച്ചത് മുജാഹിദുകളാ. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ ആഫീസ് കൂട്ടിക്കാൻ വന്നിട്ട് ആദ്യമായിട്ട് പദാനുപദം വെച്ചത് ആരാ? മുജാഹിദുകൾ. കേൾക്കണോ? ഇവിടത്തെ നിങ്ങൾ ആഫീസ് പൂട്ടിക്കെന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഞങ്ങൾ പദാനുപദ അർത്ഥം വെച്ചാൽ ആഫീസ് പൂട്ടി പോകുന്നു. ആ ആയത്ത് തന്നെ ഞാൻ പദാനുപദ അർത്ഥം വെക്കാൻ പോകും. കേട്ടോണേ, ആഫീസ് പൂട്ടി നോക്കണേ. കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിന്റെ 64-ാമത്തെ ആയത്ത്, അതിന്റെ ആദ്യ ഭാഗം ഓതൂല. ആദ്യ ഭാഗം ഓതിയാൽ ചിലപ്പോൾ ഓരോ ആഫീസായിരിക്കും പൂട്ടിപ്പോകും. അതുകൊണ്ട് ഓരോന്നൂല. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഓതുന്നു. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ് വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ واستغفر لهم الرسول لوجدوا الله توابا رحيما. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസായിന്റെ 64-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ പദാനുപദ അർത്ഥമല്ലേ വേണ്ടത് നിങ്ങൾക്ക്? നമ്മൾ ആഫീസ് പൂട്ടിക്കാൻ. കേട്ടോളൂ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു റസൂലിനെയും, റസൂലിൽ നിന്ന് ഒരാളെയും, ഇല്ലാ ലിയുതാഅ, അദ്ദേഹം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ, ബിഇذനില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം, വലൗ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ഇളമോ, അവർ അക്രമം ചെയ്തപ്പോൾ, അംഫുസഹും, തങ്ങളുടെ സ്വന്തങ്ങളോട്, ജാഊക, നിന്റെ അടുക്കൽ വന്നു, ബ്രാക്കറ്റിൽ എങ്കിൽ, ഫസ്തഗ്ഫറു, എന്നിട്ടവർ പാപമോചനം പൊറുതി തേടുകയും ചെയ്തു, അല്ലാഹുവിനോട്, ഫസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തു, അർ-റസൂലു, റസൂൽ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്തിരിക്കുന്നു, അല്ലാഹുവിനെ തവ്വാബൻ, വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, റഹീമൻ, കരുണാനിധിയായി. കേട്ടോ? പദാനുപദം പറഞ്ഞാൽ ആഫീസ് കൂട്ടി പോകും. നിങ്ങൾ വിചാരിച്ചേ? എന്നിട്ടോ ജാഊക പറയൂല.
ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പൊ അല്ലേ, ജാഊക്കാൻ അവർക്ക് വെക്കാൻ പറ്റൂല, ബെറ്റായി വല്ല ആഫീസ് കൂട്ടിപ്പോകുന്നതാണ്. ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ ആ ആയത്ത് ആദ്യം മുതലൊന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക്. ഞങ്ങളെ തഫ്സീർ ഞാൻ വിടാണ്, അവിടെ വെക്കാണ് കേട്ടോ. ഇനി കേട്ടോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം സമസ്തക്കാരിറക്കിയത് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. ഈ പരിഭാഷ ഇറക്കിയതിന്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാഫറാക്കിയത് അല്ലേ? ഈ പരിഭാഷ ഇറക്കിയതിന്റെ പേരിൽ KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്നും അല്ലേ, മുർത്തദ്ദുമായിട്ടുണ്ടെന്നും ഇതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാർ. അദ്ദേഹം എഴുതിയതെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണ്ടായിരുന്നോ? ഇത് പറയുമ്പോ ഇത് ഞാൻ അതിന്റെ വിഷയം ഒന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ് വായിക്കുന്നതിന് മുമ്പ്. എന്താ അവർ പറഞ്ഞത്? ഫലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വരികയും ആരെങ്കിലും വല്ല തെറ്റും ചെയ്തു പോയാൽ പ്രവാചകന്റെ അടുത്ത് വരികയും എന്നിട്ട് നബിയോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുകയും നബിയുടെ അടുത്ത് വെച്ച് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ റബ്ബ് പുറത്തു കൊടുക്കും. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള കൽപ്പനയാണെന്ത്? ജാഊക, നബിയെ അവർ നിന്റെ അടുത്ത് വരണം. ഞാൻ ചോദിക്കട്ടെയോ, നിങ്ങൾ ദിവസത്തിൽ എത്ര പാപം ചെയ്യുന്നുണ്ട്? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാൻ ഞാനൊരൊറ്റ ദിവസത്തിലും പാപം ചെയ്യുന്നില്ല എന്ന്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് പ്രകാരം എന്ന് പറഞ്ഞാൽ ഏതൊരാള് എന്ത് കുറ്റം ചെയ്താലും ഫലൗ അന്നഹും യളമു അൻഫുസഹും, ആരെങ്കിലും സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തു പോയാൽ, ഓല് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ കൃത്യമായ അർത്ഥം ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ആരെങ്കിലും സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു പോയാൽ എന്നിട്ടോ നബിയെ നിങ്ങളുടെ ഒരു വർണ്ണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രസംഗിച്ച ഇവിടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകളെ ചീത്ത വിളിക്കുന്ന ഉസ്താദിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും മദീനയിൽ പോകാറുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും മദീനയിൽ പോകാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയ്ക്ക് എത്ര പാപങ്ങൾ ചെയ്തു പോകും? അല്ലേ ഇല്ലേ? ചെയ്തു പോകില്ലേ? അറിഞ്ഞോ അറിയാതെ ഒക്കെ തെറ്റുകൾ വന്നു പോകുന്ന ആളുകളെ നമ്മൾ. തെറ്റ് ചെയ്താൽ ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന നിയമം. അങ്ങനെയാണല്ലോ നിങ്ങളെ നിയമം. അതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ജാഊക, ആഫീസ് കൂട്ടിക്കണത്. ജാഊക, നിന്റെ അടുത്തവര് പറഞ്ഞാൽ നിന്റെ അടുത്തവര് വരണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെയോ, പാപം ചെയ്യുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് ചെല്ലണമെന്നാണോ നിയമം? എങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച തന്നെ പ്രസംഗിച്ചോളൂ. എന്താ പാപം ചെയ്യുന്നവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണമെന്നാണോ ഈ ആയത്തിനർത്ഥം? എങ്കിൽ ഹംലത്തുൽ ഹജ്ജി വൽ ഉംറതി വത്തൗബ എന്നുകൂടി ചേർക്കണം കേട്ടോ. കേരളത്തിലെ മുഴുവൻ ട്രാവൽസിനും ഹജ്ജ് ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് ഒരു ഭാഗം കൂടിയുണ്ട് തൗബ, പശ്ചാത്താപത്തിനുള്ള പോക്ക്. മനസ്സിലായോ? കുറെ ആളുകൾ ഹജ്ജിന് പോകും, ഉംറയ്ക്ക് പോകും, അതിന്റെ കൂട്ടത്തിൽ ഒരു പശ്ചാത്താപ ഗ്രൂപ്പ്. നിങ്ങളെങ്ങോട്ടാ? നമ്മള് മക്കയിലൊന്നും പോണില്ല, പിന്നെ നമ്മള് മദീനയിലൊക്കെ പോണം. എന്റെ മോനെ അവിടെ കാര്യം, അതെ കുറെ പാപം ചെയ്തിട്ടുണ്ട്, നമ്മൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പശ്ചാത്തപിക്കാൻ പോവുക. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അതാ നിങ്ങൾ പറഞ്ഞതർത്ഥം. അതാ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരണമെന്നാണോ പരിശുദ്ധ ഇസ്ലാമിന്റെ വിഷയം? നിങ്ങൾ ഈ വിഷയം പറയുന്നതിന് മുമ്പൊന്ന് ആലോചിച്ച് നോക്കേണ്ടതില്ലേ? അതാ അദ്കിയ എന്ന കിതാബ് തന്നെ ദർസിൽ ഓതി പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന കിതാബ്, അതിൽ കാണാം തൗബയ്ക്കുള്ള നിബന്ധന എന്താ? റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്ന നിബന്ധനയുണ്ടോ? ഇല്ല. അങ്ങനെയല്ലേ അധികയിലുള്ളത്?
നീ പശ്ചാത്താപം ചോദിക്കണം. ആരോട്? അള്ളാഹുവിനോട് നീ പശ്ചാത്തപിച്ച് മടങ്ങണം. പിന്നതാമത്തി കേരളത്തോടുകൂടി മുഖ്ലിഹൻ ചെയ്തു പോയ പാപത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് മുന്നിട്ട് വരുന്ന കാലത്തിന് ഞാൻ ആ പാപം ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയും അങ്ങനെയൊക്കെ പാപം ചെയ്തു പോയ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം പശ്ചാത്തപിക്കാൻ. ഇത് തൗബയുടെ ശർത്തല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണമെന്ന് തൗബക്കൊരു ശർത്ത് നിങ്ങൾ പറയുമോ? അങ്ങനെ പറഞ്ഞതായി ഏതെങ്കിലും ഒരു സ്വഹാബിയെ പരിചയപ്പെടുത്താമോ? കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്താമോ നിങ്ങൾക്ക്? ഇല്ല, ഇല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യവുമല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ഈ ആയത്തിന്റെ അർത്ഥം? എന്താ ഈ ആയത്തിന്റെ അർത്ഥം? അതാ ആയത്ത് വിശദീകരിക്കുന്നു ഞാനല്ല, സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന KV മുഹമ്മദ് കൂറ്റനാട് അവർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നു. കേട്ടോളൂ. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് കൽപ്പിച്ചതായി അല്പം മുമ്പ് നാം കണ്ടുവല്ലോ. ഇതൊരു പുത്തൻ സിദ്ധാന്തമല്ല. ഞാൻ അയച്ച ഏതൊരു റസൂലിനെയും അനുസരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. നബിയെ വിട്ട് താഗൂത്തിന്റെ അടുക്കൽ കേസ് പറയാൻ പോയവർ അതുമൂലം തങ്ങളോട് തന്നെ വമ്പിച്ച ദ്രോഹമാണ് ചെയ്തത്. കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോണേ. എന്താ? റസൂലുള്ളാഹിന്റെ അടുത്ത് കേസ് പറയാതെ അതേ ഒരു ജൂതനും ഒരു മുസ്ലിമും അല്ലെങ്കിൽ ഒരു മുനാഫിക്കും ഒരു മുസ്ലിമും തമ്മിൽ നടന്ന ഒരു പ്രശ്നം, അതിന് കേസ് എന്ന് പറയേണ്ടത് അതിന്റെ മധ്യസ്ഥനായി നിയമം പറഞ്ഞു കൊടുക്കേണ്ട വിധികർത്താവായി നിശ്ചയിക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. അത് ചെയ്യാതെ ജൂതന്റെ അടുത്തേക്ക് പോയ പ്രവർത്തനം അത് സ്വന്തത്തെ തന്നെ ഉപദ്രവിക്കലാണ്. അങ്ങേയറ്റം നീതിയോടും സത്യസന്ധതയോടും കൂടി വിധി കൽപ്പിക്കുന്ന ശത്രുക്കളാൽ പോലും അംഗീകരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അവഗണിച്ചു എന്നത് നിസാര കാര്യമാണോ? എന്നാൽ അതൊരു കുറ്റമാണെന്ന് പോലും അവർ ഗ്രഹിച്ചില്ല. ഇനി സംഭവിച്ചു പോയി എങ്കിൽ അപ്പോൾ തന്നെ നബിയുടെ അടുക്കൽ വന്ന് കുറ്റം സമ്മതിച്ച് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കുകയും നബിയും അവർക്ക് വേണ്ടി പൊറുക്കൽ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അവർ വ്യാജം പറഞ്ഞ് കള്ളസത്യം ചെയ്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. പൂർവ്വവേദങ്ങളിൽ നബിയെക്കുറിച്ച് പ്രതിവാദനങ്ങൾ ഉണ്ടായിട്ടും നേർക്കുനേരെ അവിടുത്തെ പദവികളും സ്ഥാനങ്ങളും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടും ആ കപടന്മാർ ഈ നയത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അപ്പൊ എന്തിനാണ് മോനെ ആയത്തിറങ്ങിയത്? ആയത്തിന്റെ സബബ് നുസൂലെങ്കിലും നോക്കണ്ടേ? ആയത്ത് ഇറങ്ങാനുള്ള കാരണം പോലും നോക്കാതെ നിന്റെ അടുത്ത് വന്നാലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരൊക്കെ വിളിച്ചോ യാ റസൂലല്ലാഹ്, പാപം പൊറുക്കണേ നബിയേ എന്ന് വിളിച്ചോളൂ. വിളിക്കാനുള്ള ലൈസൻസ് ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ആയത്തിന്റെ സബബ് നുസൂലൊന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഏത് വിഷയത്തിനാണ് ആയത്തിറങ്ങിയത്? എന്നിട്ടോ അതിനുശേഷം ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? മുജാഹിദുകൾ മറച്ചു വെക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് അത് കൃത്യമാണ്. ഓരോ വിഷയങ്ങളെയും തെളിവിന്റെ പിൻബലത്തോടെ ഇന്ന് നിങ്ങളുടെ മൂക്കിൽ കയറിട്ട് പിടിച്ചുകൊണ്ട് കയറ് ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമുണ്ട്. സനത് വേണമെന്ന വാദം അല്ലേ? നിങ്ങൾ തമ്മിൽ വമ്പിച്ച തർക്കമുള്ളൊരു സംഗതി സനത് വേണം. ആ സനതാകുന്ന മൂക്ക് കയറിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. തോന്നിക്കട്ടെ, ഞാൻ ഈ വിഷയത്തിന് ശേഷം നിങ്ങൾ ഇതിനോപോത്പരമായി കൊണ്ടുവരാറുള്ളത് റോസബിയുടെ സംഭവമാണ്, അല്ലെങ്കിൽ ആറാവിയുടെ സംഭവമാണ്. തെളിയിക്കാൻ സാധിക്കുമോ സഹിഹായ പരമ്പരയിലൂടെ? അതാ വേണ്ടത്. ആണുങ്ങൾ അങ്ങനെ ചെയ്യാം. എന്ത് പറയുന്ന വിഷയത്തിന് കൃത്യമായ തെളിവ് തെളിയിക്കും. മനസ്സിലായോ? ഇവിടെ ഇതാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വലിയ കാര്യമാണ്. നിങ്ങളെ വലിയ നേതാവ് ആരുടെ? വഹാബികളുടെ വലിയ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞ്? ഈ ആയത്ത് വിശദീകരിച്ചതിന് ശേഷം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു അത്രേ,
എന്താണ് അദ്ദേഹം പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഏത് പാപം ചെയ്തു പോയ ആളും അല്ലാഹുവിന്റെ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുകയാണ്. യുർശിദു തആല അൽ ഉസാത വൽ മുസ്ലിമീന ഇദാ വഖഅ മിൻഹുൽ ഖത്അ വൽ ഇസ്യാൻ അയ്യതു ഇലാ റസൂലി ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു. ഞാൻ ചോദിക്കട്ടെ, ആ വാചകത്തിലൂടെ തെറ്റ് ചെയ്യുന്ന എല്ലാവരും റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണമെന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കൂല. കാരണം എന്താ? ആ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം ഇതിന് നേരെ വിരുദ്ധമാണ്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിയമ വിധികർത്താവ് ഖാദി അവിടെ ഉള്ളപ്പോൾ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് വേറെ ആളുകളുടെ അടുത്ത് നിയമം ചോദിക്കാൻ പോയത് തെറ്റായി പോയി മുനാഫിക്കുകളെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ അവഗണിച്ചതിന്, റസൂലുള്ളാഹിനെ പരിഹസിച്ചതിന് റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിക്കണം. അതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അല്ലേ അല്ലേ? ഞാനും നിങ്ങൾ ചെയ്യുന്നതല്ലേ? അതല്ലേ അദ്കയിൽ പറഞ്ഞത്? എന്ത്? മനുഷ്യരോടുള്ള ബാധ്യതയുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കണം കേട്ടോ. അതെ, ഞാൻ നിങ്ങളോട് വികാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് പറയാണ്, റബ്ബേ ഞാൻ ഇന്ന ആളോട് അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, നീ അത് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബ് പൊറുക്കൂല. അതിന് അയാളോട് പോയി മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ആയത്ത് വിശദീകരിക്കേണ്ടത്. മനസ്സിലായോ? റസൂലുള്ളാഹിനോട് വ്യക്തിപരമായി ആക്ഷേപിച്ച പരിഹസിച്ച ആളുകളോട് റസൂൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പോടോ, പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹുവിനോട് നിങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ട് പറ്റൂല. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിനോട് മാപ്പ് പറയണം. എന്തിന്? ചെയ്തു പോയി നബിയെ, കുറ്റായി പോയി, അറിയാതെ വന്നു പോയതാണ്, ഇനി ഒരിക്കലും ഉണ്ടാവില്ല, ഞങ്ങൾ റബ്ബിനോട് പൊറുക്കലത്തേടും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ. ഇതെന്തിനാ? സാധാരണ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ നിങ്ങളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചു, നിങ്ങളെ ചീത്ത വിളിച്ചു പോയി, തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ വന്നിട്ട് പറയാൻ, സഹോദര, വല്ലാതെ തെറ്റുപറ്റിപ്പോയി, ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ പൊറുക്കണം കേട്ടോ, നിങ്ങൾ മാപ്പാക്കണം കേട്ടോ, എന്നിട്ട് റബ്ബിനോട് റബ്ബേ എനിക്ക് പുറത്തു തരണേ, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ എന്ന് പറയാനായി ഈ ആയത്ത്. മുജാഹിദിന്റെ ആഫീസ് കൂട്ടുന്ന ആയത്തൊന്നും അല്ലേ? നിങ്ങളെ കാലങ്ങളായി പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പള്ളിക്കലിന്റെ മെമ്പറിന്റെ താഴെ ഇരുന്നിട്ട് മൈക്കോണാക്കിയിട്ട് പ്രസംഗിച്ചതല്ല, മറിച്ച് സംവാദ വ്യവസ്ഥയിൽ വരെ, സംവാദ ചർച്ചകളിൽ വരെ ഈ ആയത്ത് വലിച്ചിട്ടിട്ട് ആ ആയത്തിന് ശക്തമായ മറുപടി വന്നിട്ട് നിങ്ങളും സാധാരണ വിളിക്കപ്പെടുന്ന വലിയ ആളുകൾ പോലും മറുപടി പറയാൻ കഴിയാതെ മുൻപാടാൻ പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പതൊന്നും കേൾക്കാനില്ല. ഞാൻ ആലോചിച്ച്, എന്റെ ഇവിടുത്തെ സംഘാടകർ വന്ന് പറഞ്ഞു, ബലവന്നവും നിർമ്മലവും അമ്പുസും ജാവുക്ക എന്ന ആയത്തെത്ത് മുപ്പർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ചെല്ല ആ ആയത്തൊക്കെ ഓല് വിട്ടതാണ്. ഓലിപ്പോ ഉണ്ടുർണിമലാണല്ലോ ഉള്ളത്, ലൈൻ കാമാല കബരീമല ഓലുള്ളത്, നേരത്തെ ഇവരൊക്കെ വിട്ടതാണല്ലോ. പിന്നെങ്ങനെ ഇതൊരു പുതിയ ആളാണ്, മൂപ്പർ ഇവിടെ പുതിയ സ്ഥലം ഒന്ന് അടിച്ച് ആളുകളുടെ ഇങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടി അടിക്കണമായിരിക്കും ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറയാനിതാ കൂറ്റനാടിന്റെ തഫ്സീർ കണ്ടോ? ഇതിന് ശേഷം നിങ്ങളാ പറയുന്ന ചരിത്ര അയാൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ശരി തന്നെയാ. ഏത്? റുത്ബീന്റെ സംഭവം. എന്താ സംഭവം? ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ആയത്തോതി എത്ര അടുത്ത് വന്നിട്ട് പറയാം, റസൂലുള്ളാഹിനോട് പറയാം, നബിയെ, അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞിട്ട് വലോ അന്നഹും ഇല്ലറമു ജാഉക ഇല്ലറമു അൻഫുസഹും ജാഉക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാൻ ആയത്തുണ്ട്. അതുകൊണ്ട് നബിയെ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളോട് പടച്ചവനോട് പൊറുക്കൽ തേടാൻ, നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ ശുപാർശകനാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ ഒരു ബൈത്തും ചൊല്ലിയതാണ്. എന്താ ബൈത്ത്? അദ്ദേഹം പറഞ്ഞ വാചകാണെന്ത്? അതിവിടെ കൊടുത്തിട്ടുണ്ട്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളുഹു ഫതാബ മിൻ തീരിഹിൽ അൽഖാഉ വൽകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ, പദ്യങ്ങൾ അദ്ദേഹം അവിടുന്ന് ചൊല്ലി. എന്നിട്ട് അയാൾ അങ്ങ് പോയി. അവിടെ ഖബറിന്റെ അടുത്ത് ഇരുന്ന ഒരാളുണ്ട്.
കബറിന്റെ അടുത്ത് ഇരുന്ന ഒരാൾ പെട്ടെന്ന് അയാൾ ഉറങ്ങിപ്പോയി. ആര്? ഉത്തബി എന്ന് പറയപ്പെടുന്ന ഒരാൾ. അദ്ദേഹം അവിടുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് അയാൾ സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ്, ഉത്തബിയേ, ഉത്തബി പെട്ടെന്ന് പോവുക, ആ അറാബിയോട് പറയാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു വിട്ടിട്ടുണ്ടെന്ന് പറയീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സംഭവം ഒക്കെ എടുത്ത് ധരിച്ചിട്ടുണ്ട്, ഇതെടുത്ത് ധരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വന്ന ആളുടെ പേരെന്താ? നിങ്ങളൊന്ന് പറയും, വന്ന ആളുടെ പേരെന്താ? അറിയില്ല. സ്വപ്നം കണ്ട് ആ സ്വപ്നം നീ ഹുക്കുമാക്കാൻ പറ്റുമോ? അറിയില്ല. എന്നാലേ അങ്ങ് പറഞ്ഞുതരാം, ഉസ്താദുമാരെ പുസ്തകം പഠിച്ചാൽ മതി. ഇന്നിപ്പോ ആ ചർച്ചയും നിലനിൽക്കുന്ന സമയ സ്വപ്നം തെളിവല്ലാന്ന് വരെയും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതേ പുസ്തകങ്ങളിൽ വരെ എഴുതപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ പോലും അത് ദീനിൽ തെളിവാകൂല. എന്നിട്ടാണ് ഉത്തുബിന്റെ സംഭവം. കളയും ചങ്ങായിമാര്, അതൊക്കെ പുളിച്ചു പോയ സംഗതിയാണ്. ആളുകളൊക്കെ ഉപേക്ഷിച്ചു. അത് നിങ്ങളെ വലിയ വലിയ കോജാക്കന്മാര് തന്നെ വിട്ടുകളഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ തെളിവില്ലാതെ മനസ്സിലാക്കി അഹ്സരിമാരടക്കം ആളുകളിൽ നിന്ന് കുത്തിയിരുന്ന് പരിശോധിച്ചിരിക്കുക, അടുത്തെന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിക്കാട്ടാക്കേണ്ടി വരുന്നത്. നടക്കൂല. അങ്ങനെ നടക്കൂല. പഴയ കാലത്ത് നടക്കായിരുന്നു. എങ്ങനെ? നിങ്ങൾ പറയുന്നത് മാത്രം റാൻമൂളികളായി കേട്ടിരുന്നൊരു സമൂഹമുണ്ട്. ആ കാലഘട്ടം പോയി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ ആദർശപരമായും വിജ്ഞാനപരമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങളെ ചപ്പളാക്കി നടക്കൂല കേട്ടോ. ആളുകൾ പഠിക്കും, ചിന്തിക്കും, മനസ്സിലാക്കും. ഇന്നത്തെ കാര്യം ഉൾക്കൊള്ളുക. മനസ്സിലായോ? അപ്പോ മുജാഹിദികളുടെ ആഫീസ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ആയത്ത് ഇനിയും നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടോ. ആഫീസ് കൂട്ടാൻ പറ്റിയ ആയത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. പക്ഷെ ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ എന്ത് കുതന്ത്രങ്ങൾ നിങ്ങൾ ചെയ്താലും ശരി, അത് 100 കുതിരശക്തിയോടെ എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മനസ്സിലായോ? അതൊന്നും സാധിക്കൂല, അതൊന്നും നടക്കൂല സഹോദരന്മാരെ. ഇനിയോ മുജാഹിദികളെ കുറിച്ചുള്ള ആക്ഷേപം. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഇവര് മൗലിദൊന്നും നടത്താത്ത ആളുകളാണ്. മൗലിദ് നടത്തൂല. അതിനുള്ള തെളിവെന്താ? മുജാഹിദികൾ മൗലിദ് നടത്തൂല. എന്താ തെളിവ്? അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മൗലിദ് റസൂൽ നടത്തിയിട്ടുണ്ട്. ഇവര് മൗലവിമാരൊക്കെ മൗലിദ് കിതാബിനെയും മൗലിദിനെയും ചീത്ത വിളിക്കുന്ന ആളുകളാണ്. ഇവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. റസൂലുള്ളാഹിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. ഇവർ പുത്തൻവാദികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു മുസ്ലിയാരുണ്ട് ഒരിക്കൽ അങ്ങ് വല്ലപ്പുഴയിൽ വെച്ച് സംസാരിച്ചല്ലോ, നമ്മൾ മൗലിദ് കിതാബിനെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. എല്ലാ മൗലിദ് ചർച്ചക്കെടുക്കാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞു? ഞങ്ങളില്ല, ഞങ്ങൾ ഈ 4 എണ്ണത്തിനേ ഉള്ളൂ ഒരു ബുക്ക്. ഇത് ഞങ്ങൾ ശരിയാക്കിയതാ, ഇതുമല്ലേ ഞങ്ങളുള്ളൂ, വല്ലാത്തത് ഞങ്ങളില്ല. അതെന്താണോ ഇല്ലാത്തത്? അത് ഞങ്ങളെ എഴുതിയല്ല, പിന്നെ മുജാഹിദുകൾ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോ ഇവിടുത്തെ ഉസ്താദ് പറയുന്ന മുജാഹിദുകൾ മൗലിദ് വിരോധികളാണ്. വേറൊരു മുജാഹിദുകൾ ഞങ്ങൾ മൗലിദ് എഴുതുകയാണ്. ഏതപ്പോ വിശ്വസിക്കണം ഞങ്ങൾ? ജനങ്ങളേത് വിശ്വസിക്കണോടോ? ചില ആളുകൾ പറയും ഞങ്ങൾ മൗലിദ് എതിർക്കുന്നു, ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ മൗലിദ് അച്ചടിച്ച് വിതരണം ചെയ്യല്ലേ എന്ന് പറയാ. ഏതാപ്പോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്നാലേ ഞങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് മൗലിദിന്റെ ആവശ്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഞങ്ങൾക്ക് എമ്പാടും ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന ഏതൊരു സംഗതിയെയും തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ ജാതി വർത്തമാനം ഒന്നും പറയേണ്ടതില്ല. ഇനി ഇവരുടെ മൗലിദിന്റെ കോല ഞാൻ പറഞ്ഞുതരാം. ഇനി ആ മൗലിദിന്റെ കോലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വിഷയം പറയട്ടെ. ഈ വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക എന്ന സാധനം ഫിറ്റ് ചെയ്തത് എന്തിനാണ്? അദ്ദേഹം എന്തിനാ? എല്ലാരും വിസയും ടിക്കറ്റ് കൊടുത്ത് റസൂലുള്ളാഹിന്റെ പോകാനാണോ? അതിനാണോ തെളിവ് ധരിച്ചത്? അല്ല, മറിച്ച് എന്തിനാ? തൊട്ടടുത്ത ജാറങ്ങളിലേക്ക് ജനങ്ങൾ പോകാൻ വേണ്ടിയിട്ടാ. തൊട്ടടുത്ത ജാറങ്ങളിലേക്ക്. കാരണം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പാപമോചനത്തെ തേടണം എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു മുഹയ്യദ്ദീൻ ശൈഖിനോട് നമുക്ക് വിളിക്കാം, മുഹയ്യദ്ദീൻ ശൈഖിനെ നമുക്ക് വിളിക്കാം, മുഹയ്യദ്ദീൻ ശൈഖിനെ സഹായത്തിന് വിളിക്കാം. കാരണം റസൂലുള്ളാഹിനെ വിളിക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനാണ് ഈ ജാഊക്കയും ഇസ്തിഗ്ഫാറും ഒക്കെ കൊണ്ടുവരുന്നത്. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയിട്ട് ആളുകളേറെ കാലം കഴിഞ്ഞല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുഴുവനും ആയത്ത് കേട്ടവരാണ്, ആ ആയത്തിന്റെ അർത്ഥം പഠിച്ചവരാണ്. പക്ഷേ അവരുടെ ജീവിതകാലത്തുണ്ടായ പ്രയാസങ്ങൾക്കൊന്നിനും റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. റസൂലുള്ളാഹിനെ വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ സഹാബിമാര് തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് 10,000-കണക്കിന് സഹാബിമാര് കൊല്ലപ്പെട്ട 2 യുദ്ധങ്ങളുണ്ട്. ഒന്ന് സിഫീൻ യുദ്ധമുണ്ട്, മറ്റൊന്ന് ജമൽ യുദ്ധമുണ്ട്. 2 യുദ്ധങ്ങളും മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകരുമായി സംസാരിക്കുവാനും റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുവാനും ഈ ആയത്ത് തെളിവായിരുന്നുവെങ്കിൽ സഹാബികൾ അവർക്കിടയിലുള്ള പ്രശ്നം ഗമ്യമായി പരിഹരിക്കാൻ നബി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോകുമായിരുന്നില്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ സഹാബികൾ ചെയ്തിട്ടില്ലല്ലോ. എന്താ തമ്മിലുള്ള കുഴപ്പം? ഒരു കുഴപ്പമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് ഖലീഫയാവണം. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങളാക്കൂല ഞാനാകും. അങ്ങനെയായിരുന്നു തർക്കം? അല്ല, തർക്കം അതൊന്നുമല്ല. മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാടകരെ പിടിക്കണം, പെട്ടെന്നാവണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അത് ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അതിന്റെ വഴിക്കത് കൃത്യമായി നടക്കുകയും ആ ആളുകളെ പിടികൂടുകയും മര്യാദ പ്രകാരം ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അലി റളിയല്ലാഹു അൻഹു പക്ഷെ സമ്മതിച്ചു കൊടുത്തില്ല. 2 പേരും തമ്മിൽ പ്രശ്നമായി അല്ലേ? യുദ്ധത്തിലേക്ക് എത്തുന്നു. സിഫീൻ എന്ന യുദ്ധം അല്ലേ? അവസാനം ഖുർആൻ ഉയർത്തിക്കാണിച്ചു. ഈ ഖുർആനിന്റെ പേരിൽ നമുക്ക് സംസാരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉയർത്തിക്കാണിച്ചു. അല്ല, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാലോ എന്താ ശരി എന്നുള്ളത്. ചെയ്തോ സഹാബികൾ? ചെയ്തോ? 100-കണക്കിന് സംഭവങ്ങൾ സഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരെണ്ണം പറയാൻ പറ്റും? ഒരെണ്ണം സഹാബികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പരിഹാരം തേടിയത്? എന്നാലോ ഈ ആയത്ത് തെളിവ് ധരിച്ചുകൊണ്ട് ചാരങ്ങളായ ചാരങ്ങളിൽ മുഴുവനും കയറിയിറങ്ങാൻ വേണ്ടി തെളിവ് ധരിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ തള്ളിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം ശരിയല്ല. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് യോജിച്ചതല്ല. അപ്പോ ഖബറിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ തെളിവ് ധരിച്ചത്. മനസ്സിലായോ? എന്നിട്ടോ മുഹീദ്ദീൻ ശൈഖ് അടക്കമുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇവർക്ക് റസൂലുള്ളാഹിനോട് വലിയ സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. പക്ഷേ ചില സമയത്ത് ഇവർ റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുകയും ചെയ്യും, ചില സമയത്ത് റസൂലുള്ളാഹിനെ കളിയാക്കുകയും ചെയ്യും. ഞാൻ വെറുതെ പറയില്ല, ഞാനിതാ പറയട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇല്ലാത്തത് പറയുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മൗലിദ് എന്ന പേരിൽ ഇവർ കൊണ്ടു നടക്കുന്നത്. കേട്ടോ? അതിലെ ഈ പ്രദേശത്തിലേക്ക് ഞാൻ പറയാണ്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു മൗലിദ് ഉണ്ട്. ആ മൗലിദ് തന്നെ ഉദാഹരണത്തിനൊന്ന് പിടിച്ചോളൂ. ഉദാഹരണത്തിന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു മൗലിദ് ഉണ്ട്. ആ മൗലിദിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവർ എങ്ങനെയാ ജനിച്ചത്? നമ്മുടെ മൗലിദ് കിതാബ് PG-കാരന്മാരോ ഉസ്താദന്മാരോ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കുന്ന സാധനമാണ്. വലിയ വലിയ ആലിമീങ്ങളിൽ എഴുതി ഉണ്ടാക്കുന്ന വലിയ ഉത്കൃഷ്ടമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം വലിയ പ്രാധാന്യത്തോടെയാണ് കാണേണ്ടത്. ഇന്ന് മുജാഹിദുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത സംഗതിയാണത്. കേട്ടോളൂ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാ ഉണ്ടായത്? മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഞങ്ങളുടെ മൗലിദല്ല എന്ന് പറഞ്ഞ് തള്ളാൻ നിൽക്കേണ്ടതില്ല. കേട്ടോളൂ, അതാ ഇതിൽ കാണാം. ഖാല നസഫിയ്യു വഗൈറുഹു
ഇമാം നസഫിയും മറ്റുള്ളവരും പറഞ്ഞു, ലമ്മാ ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഇന്ന് ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചപ്പോൾ വറആ ഖസ്റ ഖദീജത, ഖദീജ ബീവിയുടെ കൊട്ടാരം റസൂലുള്ളാഹി അവിടെ കണ്ടു. ശരിക്ക് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിൽ വെച്ചോളാം. എപ്പോഴാണ് കണ്ടത്? മേറാജിന്റെ രാത്രിയിൽ. ഓർമ്മ ഉണ്ടാവണേ, മേറാജിന്റെ രാത്രിയിൽ. എന്നിട്ടോ നിങ്ങൾ കേട്ടോളൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ പ്രവാചകനും ജിബ്രീൽ ഇസ്ലാമും കൂടി ആ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. ആ സമയത്ത് അഖദ ജിബ്രീൽ തുഫാഹതൻ മിൻ ശജറിൽ ഖസ്രി, ആ കൊട്ടാരത്തിലെ വൃക്ഷങ്ങളിൽ നിന്ന് ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു ആപ്പിള് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറിച്ചു. വഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഖുൽ ഹാദിഹി തുഫാഹ, ഓ മുഹമ്മദ് നബിയേ, ഈ ആപ്പിൾ നിങ്ങൾ കഴിച്ചോളൂ. ഫഇന്നല്ലാഹ തആല യഖ്ലുഖു മിൻഹാ ബിൽദൻ തഹ്മിലു ബിഹാ ഖദീജതു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആപ്പിളിലൂടെ ഖദീജ ബീവിയിൽ നിങ്ങൾക്കൊരു മകളത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാൻ ജിബ്രീൽ സലാം. അങ്ങനെ ആപ്പിൾ റസൂൽ അവിടുന്ന് കഴിച്ച്, എന്നിട്ട് കഴിച്ച് ഭൂമിയിലെത്തി ഖദീജ ബീവിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക ബന്ധം പുലർത്തി. അങ്ങനെ ഖദീജ ബീവി ഗർഭിണിയായി. കേട്ടോളൂ, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതാ മൗലിദ് കിതാബിൽ കാണാം, വജദത് റായിഹത്തുൽ ജന്ന, പിന്നെ കാണുന്നു വജദത് റായിഹത്തുൽ ജന്ന, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധമാണ്. എപ്പോ? ഗർഭിണിയായത് മുതൽ സ്വർഗ്ഗത്തിന്റെ സുഗന്ധാണ്. എത്ര നാൾ വരെ? 9 മാസവും ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിന്റെ വാസനയായിരുന്നു. അങ്ങനെ ഖദീജ ബീവി ഫാത്തിമ ബീവിയെ പ്രസവിച്ചപ്പോൾ ആ സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ഖദീജ ബീവിയിൽ നിന്ന് ഫാത്തിമ ബീവിയിലേക്ക് മാറി. എന്നിട്ടോ ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദഷ്താഖ ഇലൽ ജന്ന, റസൂലുള്ളാഹിക്ക് സ്വർഗ്ഗത്തെക്കുറിച്ച് ആഗ്രഹം വരുമ്പോൾ ഖബ്ബല ഫാത്തിമത, ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹി ചുംബിക്കുമായിരുന്നു. മനസ്സിലായോ? റസൂലുള്ളാഹി ചുംബിക്കും. അപ്പൊ ഖദീജ ഫാത്തിമ ബീവിക്ക് നല്ല സ്വർഗ്ഗത്തിന്റെ സുഗന്ധാണ്. അങ്ങനെ പറഞ്ഞ് കുറെ വിശ്വാസം പറഞ്ഞതിന് ശേഷം എന്നാ ഫാത്തിമ ബീവി ജനിച്ചത്, അതിന്റെ താരീഖ്, അതിന്റെ ഡേറ്റ് കൂടി പറയണല്ലോ. കേട്ടോ, വഉലിദത് ഫാത്തിമതു ഖബല നബുവതി ബിഖംസി സിനീൻ, ഫാത്തിമ ബീവി ജനിച്ചു നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ്. പീജിക്കാരന്മാരായ ഉസ്താദുമാരെ ചോദിക്കട്ടെ, ഞങ്ങള് ഹിജ്റ ഉണ്ടായത് റസൂലുള്ളാഹിന്റെ എത്രാമത്തെ വയസ്സിലാ? എത്രാമത്തെ വയസ്സിലാ? 53ാമത്തെ വയസ്സിൽ അല്ലേ? റസൂലുള്ളാഹിന്റെ നബുവത്ത് കിട്ടുന്നെന്നാ 40ാമത്തെ വയസ്സിൽ. ഫാത്തിമ ബീവി ഉണ്ടാകുന്നതെന്നാ 35ാമത്തെ വയസ്സിൽ. 53ാമത്തെ വയസ്സിൽ ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാത്രി റസൂലുള്ളാഹി മിഅ്റാജിൽ പോയി. എന്നിട്ട് അവിടുന്ന് ആപ്പിളും നിന്ന് വന്നിട്ട് 35ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടായി. വല്ലാത്ത കണക്കന്നെ നിങ്ങളത്. മനസ്സിലായോ? നിങ്ങളെ കണക്ക് വല്ലാത്ത കണക്കന്നെ. ഏതുപോലെ സമസ്ത 85ാം വാർഷികം ആഘോഷിക്കുന്നു. എന്നിട്ട് 87-88 വർഷം പ്രായമുള്ള മുജാഹിദ് പുതിയത്, 85 പഴയത്. നിങ്ങളെ കണക്ക് വളരെ ഫിറ്റാ. എല്ലാം നിങ്ങൾക്ക് കണക്കിന് മാസ്റ്റർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി തന്നെ തരണം നിങ്ങൾക്ക്. മനസ്സിലായോ? ഇതാ മൗലിദ് കിതാബ്. ഏത് മൗലിദ് കിതാബ്? നിങ്ങൾ ഇറക്കുന്ന കിതാബ്. ഞങ്ങളതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊയ്യണ്ട. കുറെ കാലം നിങ്ങളത് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് കാരണം എന്താ? നിങ്ങളെ സമസ്ത പ്രമേയം പാസാക്കിയപ്പോ കേട്ടില്ലല്ലോ ഞങ്ങളിതൊന്നും. സമസ്ത പ്രമേയം പാസാക്കിയപ്പോൾ എന്താ പറഞ്ഞത്? മാലയും മൗലൂദും റാത്തീബും ഇതൊക്കെ ഓതാത്തവൻ സുന്നിയല്ല, ഖാദിസ്ഥാനത്തിനും ഖത്തീബ് സ്ഥാനത്തിനും പറ്റൂല എന്ന് പ്രമാണങ്ങൾ പ്രമേയം പാസാക്കിയപ്പോ എഴുതിയില്ലല്ലോ ഞങ്ങൾ ഇറക്കണം മൗലിദീന്ന്.
4 മൗലിദ് നിങ്ങൾ എഴുതിയില്ല ഇല്ലല്ലോ. എന്നിട്ട് ഉള്ള മൗലിദ് ഇങ്ങനെ പന്നിപ്പേർ പെറുന്നത് പോലെ ഇങ്ങനെ മൗലിദ് ഇങ്ങനെ എഴുതിണ്ടാക്കിയിട്ട് അവസാനം ജനങ്ങളെ പിടികൂടി കയ്യിൽ പിടികൂടിക്കുമ്പോൾ സമയത്ത് പറയാം ഞങ്ങളല്ല അല്ലേ? ഇന്ന് കഴിഞ്ഞില്ല. ഇത് വെറുതെ അല്ല, കേട്ടോളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ കണക്ക് പറഞ്ഞത് ഇത് ഗദ്യഭാഗത്ത് ഹിക്കായത്തിൽ തെറ്റായി അച്ചടിപ്പിച്ചതാണെന്ന് പറയണ്ട, കേട്ടോളൂ. ഇത് ബൈത്തിലുമുണ്ട് കേട്ടോ. സുബ്ഹാന മൻ ഫളല സഹ്റാ ബിർതുബാനി മിൻ കുല്ലി ഔലാദി മൻ ജനാബിയായാതി وأمها حملتها بعدما كلا من نطفة لتفاحة بجنات. കണ്ടോ? തുഫാഹത്ത് തിന്നിട്ടാണ് ഉമ്മക്ക് റസൂലുള്ളാഹി തുഫാഹത്ത് തിന്നിട്ടാണ് ഉമ്മ ഗർഭിണിയായത്, എന്നാണ് പ്രസവിച്ചത്. നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് എന്ന് ബൈത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അച്ചടി പെശകല്ല. ജഅലമോദിന് മുമ്പ് ഒരു അച്ചടി പെശക ഉണ്ടായിരുന്നു. എന്ത്? ബദർ യുദ്ധത്തിന്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണുവാരി ഇങ്ങനെ എറിഞ്ഞ സമയത്ത് എത്ര ഓടി? അൻഹസമ 12,000 റജുലൻ മിനൽ കുഫാർ. കാഫിറുകളിൽ നിന്നും 12,000 ആള്. അത് അച്ചടിപ്പശ മുജാഹിദുകൾ എഴുതിണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് തോല് വെട്ടിയത് എത്ര? 1000. ബാക്കി എത്ര? 12. ബാക്കി 12 എങ്ങനെ മുജത്താകുക? ഒരു മണ്ണെറിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 10-15-20 ആളുകൾ ഓടണ്ടേ അല്ലേ? 12 ആൾ ഓടി എന്ന് പറഞ്ഞാൽ മൊഴിച്ചുണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതന്നെ വെച്ചേക്കണം. മനസ്സിലായോ? അത് അച്ചടി പക്ഷേ നിങ്ങൾ പറഞ്ഞു. ഇതിപ്പോ വെട്ടാൻ പറ്റൂല, കാരണം ഇത് ഹിക്കായത്തിലുമുണ്ട് ബൈത്തിലുമുണ്ട്. ഇതിൽ തന്നെയാണ് നിങ്ങൾ പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്. ഇതിലൊരു ബൈത്തിൽ നിങ്ങൾ വ്യക്തമായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത കൊണ്ടാണ്, തൃപ്തി കൊണ്ടാണ് റബ്ബ് പോലും ഉള്ളത്. റബ്ബ് പോലും തൃപ്തി തേടുന്ന ഫാത്തിമവിന് അല്ലേ? എന്താ ഇവരെന്താ ഇതിന് പിന്നെ ഇതുപോലെ ജവാബിയല്ല. അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിറിളാ ഫാത്തിമ ബീവി. ഇങ്ങനെ അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. അല്ലാഹു തആല ബിറിളാ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയുടെ തൃപ്തി കൊണ്ടാണ് അല്ലാഹു ഉന്നതനായത്. മനസ്സിലായോ? ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഫാത്തിമ ബീവി അലിയുള്ളാന്റെ കല്യാണം കഴിച്ച എവിടുന്ന കല്യാണം കഴിച്ചത്? ഭൂമിയിൽ നിന്ന് കല്യാണം നടത്തിയത്. പിന്നെ ആദ്യം കല്യാണം നടന്ന എവിടെ? അങ്ങ് മലക്കൂത്തിയായ ലോകത്ത്. ആരാണ് കാളി? പടച്ചോൻ കാളിയായിട്ട് അങ്കഹത്തുക്ക ജവ്വജതുക്ക എന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. വെറുതല്ല, മൗലിദ് കിതാബിലുള്ളതാണ് കേട്ടോ. വമിൻ അലി ജവ്വജഹാ ഫിസ്സമാ. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ച് എവിടുന്ന? ആകാശത്തുനിന്ന് കേട്ടോ. അത് വിശാലമായി ഇതിന്റെ ഹിക്കായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് വേറെ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അടുത്തങ്ങളൊക്കെ ഇതൊരു മൗലിദ്. അടുത്തൊരു സാധനം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 100 കണക്കിന് മണിക്കൂർ വേണം ഈ സാധനം മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പിന്നെ ഇവരിറക്കിയ 4 എണ്ണം ഉണ്ടല്ലോ, അത് നിങ്ങൾ താഹിറും മുത്തഹിറും വിചാരിക്കണ്ട. ഇവര് പറയുന്നത് ഞങ്ങൾ ശുദ്ധമായി തെറ്റിദ്ധരിച്ച് ഇറക്കിയ 4 എണ്ണം, അത് താഹിറും മുത്തഹിറുമാണോ? അല്ല, അതിലെ ഒന്നാമത്തെ പടക്ക, ഒന്നാമത്തെ വാചകം തന്നെ പടക്കല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യം ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്ന വാചകം, അത് ശുദ്ധ നുണയല്ലേ? ഷിയകളല്ലേ അതുണ്ടാക്കിയത്? ഷിയാക്കൾ ഉണ്ടാക്കിയ വിഷയമല്ലേ ആ സംഗതി? ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു വലിയ വർത്താനം പറയുന്ന മാലകളെ കുറിച്ചാണ്. മാലകൾ സുഖം ഉണ്ടാവില്ല അതില്ലെങ്കിൽ. ചില ആളുകളൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഈ മാലയും മൗലിദും ഒക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. പറയണ ആരും നാടൻ കാക്കമാരൊന്നുമല്ല, അവരാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ആത്മാർത്ഥം കൊണ്ട് പറയണായിരിക്കും. ഇങ്ങനെ
അതൊക്കെ കേൾക്കാനുള്ള പൂതി കൊണ്ട് പറഞ്ഞായിരിക്കും. പറയണത് മുസ്ലിയാക്കന്മാരാ. അപ്പൊ അതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അതൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, ആ നല്ല കാലം എന്ന് പറയുന്ന നല്ല കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, ഏത് നല്ല കാലം? ഈ നല്ല കാലം. ഇതൊക്കെ കഴിഞ്ഞിരിക്കണ് പോയി. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പടയോട്ടം എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കടക്കൽ കത്തിവെച്ചു. അത് സാധാരണക്കാരും നെഞ്ചിലേറ്റി. അങ്ങനെ മാലകളും മൗലൂദുകളും പടിയിറങ്ങി. കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. ഉള്ള ആളുകൾ പോലും പേടിച്ചിട്ടാ നടത്തുക. ആരും കാണണ്ട, അത് കണ്ട നാണക്കേടാന്ന് പറയാം. ആരും കാണണ്ട, അത് കണ്ട നാണക്കേടാണ്. മനസ്സിലായോ? ഇന്നിപ്പോ മാലപാടലൊക്കെ നിന്ന് മുമ്പ് എങ്ങനെയായിരുന്നു? സുബ്ഹാനല്ലാഹ്, എന്താണ് മാല? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇവർ കൊണ്ടു നടക്കുന്ന ചില സംഗതികളുണ്ട്. അതിൽ കാണാം, ഞാൻ സാധാരണ ജനങ്ങളുടെ പരിചയപ്പെട്ടു കൊടുക്കുന്ന സംഗതിയുണ്ട്. നഫീസത്തുമാല. മുഹീദ്ദീൻമാല, റിഫായിമാലയ്ക്ക് ഞാൻ വരുന്നു ഇൻഷാ അല്ലാഹ്. നഫീസത്തുമാല ഒരു കാലത്ത് സ്ത്രീകൾ അവരുടെ പ്രസവം നടക്കാൻ വേണ്ടി ചൊല്ലിയിരുന്നാണത്രേ നഫീസത്തുമാല എന്ന് പറയുന്ന സാധനം. നഫീസത്തുമാല സ്ത്രീകൾ അവരുടെ പ്രസവം നടക്കാൻ വേണ്ടിയിട്ട്. എന്താ? വിഷമം വന്നാൽ ഉടനെ ഒരു പുസ്തകം പ്രസംഗിക്കാം. വിഷമം വന്നാൽ നമ്മളുടനെ നഫീസത്തുമാലയല്ലേ ചൊല്ലിയിരുന്നത്? ആ നഫീസത്തുമാലയല്ലേ നമ്മൾ ചൊല്ലേണ്ടത്? ഞാൻ ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ നഫീസത്തുമാല? ഇന്ന് കാണുന്നില്ല. ഇന്ന് നഫീസത്തുമാലയൊക്കെ കഥാപ്രസംഗമായിട്ട് ഇറങ്ങുന്നത്. കഥാപ്രസംഗമായിട്ട് സീഡ് വിറ്റ് കാശുണ്ടാക്കുക മാത്രമാണ്. വീടുകളിൽ ചൊല്ലുന്നില്ല. നഫീസത്തുമാല ചൊല്ലണം എന്ന് പറയുന്ന ആളുകൾ തന്നെ ഭാര്യമാരെ എവിടെ കൊണ്ടുപോവുക? എവിടെ പോവുക? നമ്മളെ പള്ളിക്കല ഉസ്താദ് ഇതൊക്കെ വേണമെന്ന് പറയുന്ന ആളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നഫീസത്തുമാല ചൊല്ലിക്കാൻ പറ്റോ? പോയിക്കാനെ വിടുന്നുണ്ട് അല്ലേ? നഫീസത്തുമാല വേണമെന്ന് പ്രസംഗിച്ച ഉസ്താദിനെ കാണുന്ന ഭാര്യയും കൂട്ടിയിട്ട് ഉസ്താദ് അവിടെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ലേബർ റൂമിന്റെ ഭാഗത്ത് ഉസ്താദ് നിൽക്കുന്നത് ചോദിച്ചപ്പോ കണ്ട ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് മുജാഹിദുകൾക്കെതിരെ നടക്കുന്നവനാ. അല്ല ഉസ്താദ് ഇവിടെ നിൽക്കണേ. അതെ, ഭാര്യ ലേബർ റൂമിലുണ്ട്. ഭാര്യ ലേബർ റൂമിലാണ്. അപ്പൊ ഉപ്പന്റെ ചോദ്യം, അല്ല ഉസ്താദ് നമുക്ക് നഫീസത്തുമാല ചൊല്ലിയാ പോരെ? ഭയങ്കര പ്രശ്നത്തിലുള്ളത് ഉണ്ടോ? തങ്ങൾക്ക് പറ്റൂല. നാട്ടുകാർ ഓരോ ചെയ്തോട്ടെ അല്ലേ? ഒരു കാലത്ത് അങ്ങനെ ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ദില്ലിന് പീശത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുസ്ലിയും മുഫല്ലലും മുഖദ്ദമുൻ നൂറുല്ലാഹ് മുഫ്സിലും മുഹൈമിനുൻ മുബല്ലിഗുൻ സദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖുൻ മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറുൻ മുബശ്ശിറുൻ മുബർറുൻ കരീമുല്ലാഹ്. ഇങ്ങനെ ചൊല്ലിയിരുന്ന ഒരു കാലത്ത് അല്ലേ? ഇതിങ്ങനെ ചൊല്ലി ലാസ്റ്റ് എത്തുമ്പോണ്ട ഒരു എരവ്. അതാണല്ലോ സ്ഥിരം പരിപാടി, ഇറക്കലാണല്ലോ അല്ലേ? ആരുടെ മുന്നിലും പോയി ഇറക്കാൻ ഒരു വിഷമമില്ലല്ലോ ഇവർക്ക്. അതാണ് ഇവരുടെ കാരണം. മുനാജാത്ത് എന്ന് പറഞ്ഞിട്ട് എരവാണ് എന്ന് മലയാളത്തിൽ നോക്കും. അതിൽ കാണാം നഫീസത്ത് ബീവിയുടെ എരവ് കുറച്ചും കൂടി ഭംഗിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഭംഗിയിൽ പാടാൻ പറ്റിയ സാധനമാണ്. അത് കാണാം. നബി മുത്ത് മകളായ സംഗീതമകൾ ബൈത്തിൽ പതിയോരായേ കരുണാരത്തരുൾ ബീവി നഫീസത്തിൽ റളിയല്ല കാരുണരിളാനാങ്കൾ കണൈ തീടല്ല ശരഫായ സുവർഗത്തെ കോവിച്ച മണമ്പത്ത് ശരിയായ ഇമാനത്തെ എടുത്തേ മുത്ത്. എന്താ നഫീസത്ത് ബീവിയെ കുറിച്ച് പറയാ? എന്താ നഫീസത്ത് ബീവിയോട് ചോദിക്കണത്? അള്ളാഹ് പറയാൻ, അള്ളാഹുവേ നഫീസത്ത് ബീവിന്റെ തൃപ്തി ഞങ്ങൾക്ക് കൊടുത്തേ. എടോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിനെ വേണ്ടി ആരാധിച്ചുകൊണ്ട് രാവും പകലുമെന്നല്ലാതെ എപ്പോഴും റബ്ബിനോട് നമ്മൾ ആരാധനയിൽ ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബിനോട് നമ്മൾ അടുക്കുന്നത് എന്തിനാ? റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ? പക്ഷെ നഫീസത്ത് ബീവിയുടെ മാല വന്നിട്ട് ഇവര് പറഞ്ഞത് അറിയോ? പടച്ചോന്റെ കാവലൊന്നും വേണമെന്നില്ല, പടച്ചോന്റെ തൃപ്തിയൊന്നും വേണമെന്നില്ല, പിന്നെ ഞങ്ങൾക്ക് ആരുടെ മതി? ഞങ്ങൾക്ക് നഫീസത്ത് ബീവിയുടെ തൃപ്തി മതി.
അടുത്ത വാചകത്തിൽ അത് തന്നെയാണ്. മികവാനെ കാറാമത്തും വളർമയും വിലായത്തും മുകുതിയും സുഹൃത്തും പേരു സേവിച്ച് വലിയ പ്രാധാന്യമുള്ള കറാമത്തും വളർമയും വിലായത്തും ഒക്കെയുള്ള മതിയാണ് നബീസ ബീബി. അവരുടെ തൃപ്തി റബ്ബേ ഞങ്ങൾക്ക് നീ വാങ്ങിച്ചു തരണേ. കണ്ടോ, നബീസ ബീവിയുടെ തൃപ്തി മതി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിവിടെ തൃപ്തി. ഇനി മുഹ്യിദ്ദീൻമാലയിലേക്ക് വന്നാൽ തൃപ്തിയൊക്കെ മാറി പിന്നെ കാവൽ മതി കേട്ടോ. അതിലെ ഒരു ഇരവുണ്ട്, അതിലൊരു ഇരവുണ്ട്. ആ ഇരവിൽ കാവൽ തേടലാണ്. ആരുടെ കാവലാ? കാവൽ വേണ്ടത് മുഹ്യിദ്ദീൻ ശൈഖിന്റേത്. ആരാ കാവൽ കൊടുക്കേണ്ടത്? മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവൽ വാങ്ങിക്കൊടുക്കേണ്ടത് ആരാ? കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലാഹുവാണ് കേട്ടോ. ഇവരെ ഞാൻ പറയും, ഇവരൊരു പ്രത്യേക മതാണ്. ഈ സമസ്ത എന്ന് പറഞ്ഞാൽ, സമസ്ത എന്ന് പറഞ്ഞൊരു പ്രത്യേക മതാണ്. ചില സമയത്ത് അവർ അബ്ദുനോട് നേരിട്ട് പറയും, നേരിട്ട് ചോദിക്കും. ചില സമയത്ത് ഇവർ മഹാന്മാരെ അടയാളന്മാരാക്കി റബ്ബിനോട് തൊടും. ചില സമയത്ത് റബ്ബിനെ അടയാളമാക്കി മഹാന്മാരോട് തൊടും. മനസ്സിലായോ? എന്താണ് ഈ സാധനം? ഒന്നും പിടിവിട്ടില്ല. കാരണം ഓരോ സമയത്തും ഓരോന്ന് പോലെയാ. മുഹ്യിദ്ദീൻമാരെ കാണുന്ന എങ്ങനെ അറിയോ? ഇപ്പൊ നേരത്തെ കേട്ട അള്ളാഹിനോട് പറയാണ്, പഠിച്ചോനെ പിന്നെ ഇവരുടെ നബീസ ബീവിയുടെ തൃപ്തി ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഇനി മുഹ്യിദ്ദീൻ ശൈഖിന്റെ മാലയെത്തുമ്പോൾ ഒരു പറഞ്ഞെന്നറിയോ? മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന പൂവേ പൂമലരെ മുഹ്യിദ്ദീൻ മൂപ്പർ മുഹ്യിദ്ദീൻ കാവലിലേകല്ല മുത്തേ മുത്തൊളിവേ കാലമസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ മുത്തേ മുത്തൊളിവേ മുഹ്യിദ്ദീൻ കരുത്തർ മുഹ്യിദ്ദീൻ കാവലിലേകല്ല പൂവേ പൂമലരെ. മുഹ്യിദ്ദീനോട് പറയാണ്, മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന മൂപ്പർ മുഹ്യിദ്ദീൻ കാവലിലേകളെ. ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മുഹ്യിദ്ദീൻ കാവൽ തരണേ റബ്ബേ. നീ അസ്റായിൽ വന്നാൽ ആരുടെ കിട്ടേണ്ടത്? മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്റായിൽ വരുമല്ലോ. അതെ, മലക്കുൽ മൗത്ത്. ഒരു പറഞ്ഞ പേര് അസ്റായിൽ. ഹദീസിലും ഖുർആനിലൊക്കെ ഉള്ളത് മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് വരുമ്പോ മൗത്ത് പിടിക്കാൻ, റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോഴോ കരുത്തർ മുഹ്യിദ്ദീൻ കാവലിലേകൾ. മുഹ്യിദ്ദീൻ കരുത്തനാണപ്പോൾ വേണമെങ്കിൽ മലക്കിനെ അടിച്ചോടിക്കാൻ പറ്റുന്ന. മനസ്സിലായോ? ഇവിടെ മാത്രമല്ല, പലയിടത്തും റൂഹ് പിടിച്ച മലക്കിനെ മലക്കിനെ അടിച്ച് മലക്കിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടി റൂഹിനെ തിരിച്ചു കൊടുത്ത ആളാണ് മുഹ്യിദ്ദീൻ ശൈഖ്. നിഷേധിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിഷേധിക്കുക. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതാണ് നിങ്ങൾ നിഷേധിക്കും. ഇൻഷാ അല്ലാഹ് പ്രൂഫും പ്രൂഫുമായിട്ട് ഞാൻ വരും. നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമെന്ന് നിഷേധിച്ചു. പിന്നെയോ ഖബറിൽ ചെന്നാലോ, അതേ ഖബറിൽ പേടി പേരുത്ത ഖബറകം പുകുന്നാൽ പേടി വരുത്ത ഖബർ ചെല്ലുമ്പോ പേർപ്പെട്ട മുഹ്യിദ്ദീൻ കാവലിനെ. കാരണം എന്താ? മുങ്കർ നക്കീർ വന്ന് ചോദ്യം ചോദിച്ച സമയത്ത് ഒരു ചെങ്ങായി മുഹ്യിദ്ദീൻ എന്ന് മറുപടി പറഞ്ഞു. അടിക്കാൻ വേണ്ടി വടിയിട്ടും വടി കാണാനില്ല. മുങ്കർ നക്കീർ പരസ്പരം നോക്ക്, വടി എവിടെ പോയി കാണുന്നില്ല. അങ്ങനെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചെന്ന് ചെന്നപ്പോ ആർസിന്റെ ചോട്ടിൽ ഒരാൾ ഇരിക്കുന്നത്. ആർസിന്റെ ചോട്ടിൽ നോക്കുമ്പോ മുഹ്യിദ്ദീൻ സ്വീകരിക്കുന്ന കയ്യിൽ ഇവർ ദണ്ടുണ്ട്. ആരുടെ? മുങ്കർ നക്കീറിന് ദണ്ടോട്ട് അവിടെ ഇരിക്കുന്നത്. നേരെ റബ്ബിന്റെ അടുത്ത് റബ്ബ് എങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യാ? റബ്ബ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അടിക്കാൻ പോയത്? അതെന്റെ ഹൗസല്ലേ, എന്റെ ഹൗസിന്റെ ശിഷ്യന്മാരല്ലേ. ഓരോ വന്നാൽ അങ്ങനെ പറയാൻ പറ്റില്ല, അടിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് പോയി മാപ്പ് പറഞ്ഞു വടി വാങ്ങിച്ചാളാ. മുങ്കർ നക്കീറും പതുക്കെ നടന്നവിടെ ചെന്ന് ആരെടുത്ത് മുഹ്യിദ്ദീൻ ശൈഖ് മൂപ്പരിങ്ങനെ അർച്ചിന്റെ കാലും അങ്ങനെ ചാരിയിരിക്കുക. എന്താ പോലെ വർത്താനം. അർച്ചിന്റെ കാലം ഇരിക്കാൻ മൂപ്പരിങ്ങനെ ചാരിയിട്ട്. അപ്പൊ മുങ്കർ നക്കീറും പറഞ്ഞു, എന്താണ് സർ പ്ലീസ് വടിയൊന്നും സർ ഇനി ഒരിക്കലും സംഭവിക്കില്ല, മാപ്പ്. ഇതെവിടെയാ ഉള്ളതാണോ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾ നിഷേധിക്കില്ല, നിങ്ങൾ നിഷേധിക്കും. ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നേ പറയും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങ് തെളിയിച്ചു തരും. അതുകൊണ്ടാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവൽ വേണമെന്ന്
കാവൽ തരൂ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ഈ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് വരെ വിശ്വാസമുണ്ട്. എന്താ മുഹ്യിദ്ദീൻ ശൈഖ് ആരാണ്? നമ്മൾ ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. കുപ്പി അകത്തുള്ളേ വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകരെന്നോവർ അല്ലേ? എന്താ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന ആളാണ് മുഹ്യിദ്ദീൻ ശൈഖ്. കഴിഞ്ഞില്ല, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും ഒക്കെ കൺകൊണ്ട് കണ്ടതുപോലെ പറയുന്ന മനസ്സിലായോ? ആരെ? മുഹ്യിദ്ദീൻ ശൈഖ്. ഇനി നമുക്കൊരു ഇതിനൊരു ആന്റി ഗ്രൂപ്പ് ഉണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന് ഒരു ആന്റി ഗ്രൂപ്പ് ഉണ്ട്. ആരാ? റിഫായി ശൈഖിന്റെ ഗ്രൂപ്പ്. അവർ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആന്റി ഗ്രൂപ്പാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു, കണ്ണിൽ കാണാത്തതൊക്കെ പറയും ഞങ്ങളെ ശൈഖെന്ന് എഴുതി വെച്ചപ്പോ റിഫായി മാലക്കാരൻ എഴുതിയത് പച്ചപ്പൊള്ളാണ്. ഖാജാ മുഹ്യിദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിൽ മേലെ ഓടിച്ചവർ. റിഫായി മാലക്കാട്ടുള്ളത് ഞാൻ മുഹ്യിദ്ദീൻ ശൈഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോൾ ആരാ പറഞ്ഞത്? റിഫായി ശൈഖ് പറയാറേ ഓരോ മാലയാണ്. നിങ്ങൾ ആലോചിച്ച് ഒരു കുഞ്ഞുങ്ങളാ ഒളിച്ചു കളിക്കുക, കണ്ണുപൊത്തിക്കളി, ചാറ്റുകളി, ഇതൊക്കെയാണ് ആര്? ശൈഖുമാർ നടത്തണം. ഞാൻ പറഞ്ഞല്ലോ, മാലയിലുള്ളതാണ്. നാളെ പ്രസംഗിക്കണ്ട, മുജാഹിദ് മൗലവിമാരോട് വന്നിട്ട് മഹാന്മാരെയൊക്കെ ചീത്ത വിളിച്ചു പറയാൻ നിൽക്കണ്ട. നിങ്ങളെ റിഫായിമാരുള്ളതാ ഞാൻ പറഞ്ഞത്. ഞാനും മുഹ്യിദ്ദീൻ ശൈഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ എന്ത് ചെയ്തു? കണ്ണിൻ പിരിയത്തിൽ മേലെ ഒളിച്ചോവർ. റിഫായി ശൈഖ് നേരെ ചെറുതായിട്ട് എവിടെ പോയിരുന്നു? മുഹ്യിദ്ദീൻ ശൈഖിന്റെ കണ്ണിന്റെ പിരിയത്തിന്റെ ഇവിടെ മേലെ കയറിയിരുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് നോക്കണോ നോക്കാം. അവിടെ പോയി നോക്കി, ഇവിടെ നോക്കി, എല്ലാവരും നമ്മളെ കുട്ടികളല്ലേ കണ്ണു കൊത്തിട്ട് 1, 2, 3, 4, 5 എന്ന് പറയുമ്പോ എല്ലാവരും ഒളിച്ച്. പിന്നെ ഇപ്പൊ അന്വേഷിച്ച് നടക്കല ആളെ കാണാനില്ല. ഇതുപോലെ റിഫായി ശൈഖ് അന്വേഷിച്ചെടുത്തിട്ട് ആളെ കാണാനില്ല. അവസാനം സുല്ലു പറഞ്ഞു. അങ്ങനെയാണ് സുല്ലു പറയുന്നത്. അവസാനം സുല്ലു പറഞ്ഞു, നിങ്ങൾ വരി. അതാ അത് മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് മുഹ്യിദ്ദീൻ ശൈഖ് പറയാൻ ആരോട്? റിഫായി ശൈഖിനോട് പറയാണ്. എന്താ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല കണ്ണിൽ കരിമിഴി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൽ വരുവീനാരെന്നോവർ. പാവനായ മുഹ്യിദ്ദീൻ ശൈഖ് റിഫായി ശൈഖിനോട് പറയാണ്, ഞാൻ കണ്ടില്ല വരീന്ന് പറഞ്ഞു. അപ്പം മൂപ്പരുതാ പിരിയത്തിന്റെ മേലെ ചാട്ടണ്ടായി. എങ്ങനെയുണ്ട്? നിങ്ങളല്ലേ പറഞ്ഞ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ കണ്ടില്ല, ഞാൻ എവിടെ വിളിക്കുന്നത്? കണ്ടോ? ഇതാണ് ആന്റി ഗ്രൂപ്പ്. ഓരോന്നിനുണ്ട്. ഒന്നല്ല അവരെന്ന് പറഞ്ഞാൽ നേരെ കണ്ടിക്കും. നേരെ കണ്ടിക്കും. ഇവര് പറഞ്ഞ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഗ്രൂപ്പ് പറഞ്ഞെന്താണ്? മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു ഞാൻ പറയില്ല. എന്റെ അടുത്ത് കുഞ്ഞുണ്ട്, ഫത്ഹുർ റബ്ബാനിയുണ്ട്, ഫുതൂഹുൽ ഗൈബുണ്ട്, ഒക്കെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബുകളാണ്. അതിലൊന്നിനും ശൈഖ് പറയാത്ത ധാരാളം വിഷയങ്ങൾ ഇതുപോലെ മാലക്കകത്ത് ഇവർ കുത്തിച്ചേർത്തിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹിന്റെ പേരിൽ ഇവർ പറയാണ്, മുഹ്യിദ്ദീൻ ശൈഖിനോട് മലക്ക് നരകത്തെക്കാക്കുന്ന മലക്ക് പറഞ്ഞു, നിങ്ങൾ ആ മുരീദന്മാരാരും നരകത്തിൽ കേട്ടോ, എല്ലാവരും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ റിഫായി ശൈഖിന്റെ ടീം പറഞ്ഞു, അതിന് സ്വർഗം ഉണ്ടായിട്ട് വേണ്ട, അത് ഞങ്ങളിന്ന് വാങ്ങിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഗ്രൂപ്പിന് പോകാനായിട്ട് സ്വർഗം ഉണ്ടായിട്ട് വേണ്ടേ? നമ്മൾ വാങ്ങിക്കണ്. കാരണം എന്താ? റിഫായി ശൈഖ് ജനിക്കാൻ നേരത്തെ 4 സ്വർഗട്ടങ്ങ് പോകുന്നത്. 4 സ്വർഗം നേരത്തെ വാങ്ങിക്കണ്. പിന്നെ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാണാം അത് കരിഞ്ഞത്തൊക്കെ വിറ്റുന്നു കാണാം. അവിടെ റിഫായി മാലയിൽ തന്നെ കേട്ടോ. റിഫായിന്റെ ആളുകളൊക്കെ ഇങ്ങനെ പൂതി വെച്ച് അടക്കാണ്. നമുക്ക് 4 സ്വർഗം കിട്ടും. സ്വർഗല്ലാതെ ഇസ്മായിലാക്കും മക്കൾക്ക് പിറ്റളഞ്ഞ് അതിന്റെ കത്തും കൊടുത്ത് തീരാധാരം നടത്തി കഴിഞ്ഞാണ്. പറച്ചോന്റെ സ്വർഗത്തെ കുറിച്ച് ഈ കളിക്കണതേ. അള്ളാന്റെ ദുനിയാവിനെ കുറിച്ചല്ല, പടച്ചവൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്വർഗലോകത്തെ കുറിച്ചായി കളി. ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
അള്ളാഹുവിന്റെ ദീനിനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ ദീന് അതിന്റെ വ്യക്തമായ രൂപത്തിൽ, അതിന്റെ ശക്തമായ രൂപത്തിൽ പിൻപറ്റുകയാണ് വേണ്ടത്. അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉണർത്തുകയാണ്. ഞാനിവിടെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ആ വിഷയത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 10-15 മിനിറ്റ്, നമ്മുടെ സമയം ഏകദേശം 10 മണിയാണ്, അതിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു വെച്ച ആശയമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ആശയം. അത് ലോകത്ത്, കേരളക്കരയിൽ എന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനാണ് എല്ലാവരോടും കൽപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ ജീവിക്കാനാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇല്ലെങ്കിൽ നമുക്ക് പരാജയമാണ് ഉണ്ടാകാൻ പറ്റുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം വെച്ചാൽ പണ്ഡിതന്മാരെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇബ്നു ഹജർ പറഞ്ഞത് ഇബ്നു തൈമിയെ കുറിച്ചാണ്. ഇബ്നു തൈമിയെ കുറിച്ച്, അത് പണ്ഡിതന്മാരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.